ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഇംഗ്ലീഷ്, ഞാൻ 8ലാണ് പഠിക്കുന്നത്. എനിക്ക് ഇംഗ്ലീഷിൽ ഒരു പാരഗ്രാഫ് പഠിക്കാനുണ്ട് ഗൈസ്. എന്താണെന്ന് വെച്ചാൽ, ഒരു കുട്ടിയുടെ പാവക്കുട്ടി കളഞ്ഞു പോയതായിരുന്നു. അപ്പം എനിക്കുണ്ട് അതുപോലെ ഒരു സ്റ്റോറി എന്ന് വെച്ചാൽ ഞാൻ പറയാം. ഒരു ദിവസം ഞങ്ങളെല്ലാവരും മൂത്തിത്തി പറഞ്ഞു പൂച്ചയെ വേണമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ വാപ്പി ഒരു പൂച്ച വാങ്ങിച്ചു. ഞാനൊക്കെ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ഒരു കൂടി വരണ്ടിയിരിക്കുന്നു വെച്ചാൽ എന്തിനാ ഇതെന്ന് ചോദിച്ചു. പാപ്പി പറഞ്ഞു അകത്തോട്ട് ചെന്ന് നോക്ക്, സർപ്രൈസാണ്. അപ്പം ഞാൻ ചെന്ന് നോക്കിയപ്പോൾ പൂച്ച, ചാര കളറിലെ പൂച്ച. എനിക്കെല്ലാം ഇത് ഇഷ്ടപ്പെട്ടു, എൻ്റെ ഇത്തിക്കും ഇഷ്ടപ്പെട്ടു പൂച്ച. അന്നേരമാണെങ്കിൽ നമ്മുടെ ഇത്തിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇത് പ്രസവിച്ച് 5-6 അങ്ങനെ കുറേ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി. വാപ്പി ഇതിനെല്ലാം വിറ്റു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് ഒരു വട്ടം പ്രസവിച്ചു. അതിനകത്തൊരു കുഞ്ഞിനെ കിട്ടി. ഞങ്ങളുടെ ഫേവറേറ്റ് ആയിരുന്നു. അതിനകത്ത് 5 പേരുണ്ടായിരുന്നു. 4 പേരെ വിറ്റു. ആ ഫേവറേറ്റ് കുഞ്ഞിനായിരുന്നു ഞാൻ എടുത്തത്. ഇരിക്കുമ്പോൾ ഒരു ദിവസം ഈ തള്ളപ്പൂച്ചയില്ലേ പ്രസവിച്ചത്, ആ പൂച്ച ഞങ്ങളുടെ വാപ്പിച്ചിയുടെ മാമായെ വണ്ടി ഇടിച്ച് മരിച്ചുപോയി. മരിക്കാൻ കാരണം എന്ന് വെച്ചാൽ, ഈ പൂച്ച മരിക്കുന്നതിന് മുമ്പേ ഞങ്ങളുടെ അടുത്ത് വന്ന് ഞങ്ങളെ ഉമ്മ വയ്ക്കുകയും ഞങ്ങളുടെ അടുത്ത് വന്നിരിക്കുകയും കിടക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ കുറേ നേരം കരയുകയൊക്കെ ചെയ്തിട്ട് ഇതങ്ങ് പോയി. പിന്നെ കേൾക്കുന്ന വാർത്തയെന്ന് വെച്ചാൽ ഇത് മരിച്ചു എന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേയൊക്കെ കരഞ്ഞ് വൃത്തിയൊക്കെ അവിടെ കിടന്ന് മെല്ലെ വിളിച്ച് കരഞ്ഞു. അങ്ങനെ 5-6 സമയം ഞങ്ങൾക്ക് ഈ പൂച്ച, ഈ ചിന്നു എന്ന് പറയുന്നത്, അങ്ങനെ ഞാൻ പറയുന്നത് 4 ഒരെണ്ണം എടുത്തത്. ആ പൂച്ചയ്ക്ക് വാപ്പി ചിന്നു എന്ന് പേരിട്ടു. പിന്നെ ഈ പൂച്ച ഒരു വർഷം കാണാതായി. അപ്പം ഞങ്ങൾ ടോർച്ചൊക്കെ അടിച്ച് ഇവിടെയൊക്കെ പോയപ്പോൾ ഒരു കടയെടുത്ത് തണുത്ത് വിറച്ച് പൂച്ച ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പൂച്ച കിട്ടി. പൂച്ച വീണ്ടും കിട്ടി. അങ്ങനെ ഈ പൂച്ച ഒരു ദിവസം അങ്ങ് പോയെന്ന് വെച്ചാൽ മരിച്ചു പോയി. ഇപ്പോൾ ഒരു ദിവസം ഞങ്ങൾ നോക്കുമ്പം പൂച്ചയെ കാണുന്നില്ല. അപ്പോൾ ഈ പൂച്ചയെ ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിൽ വെച്ച് പട്ടി പിടിച്ചു. അങ്ങനെ ഈ പൂച്ച പട്ടി പിടിച്ചത്. ഈ പൂച്ചയെന്ന് വെച്ചാൽ, ഈ പട്ടിയൊക്കെ വന്നാലേ പട്ടിയൊക്കെ അടിച്ച് ഒട്ടിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഒരു 5-6 പട്ടിയായിട്ട് വന്നു ഇതിനെല്ലാം കൂടെ വട്ടത്തിൽ വെച്ച് വളഞ്ഞ് പിടിച്ചു. എൻ്റെ വാപ്പിക്ക് ആ പൂച്ച അത്രയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ദിവസം ഞങ്ങളുടെ ഇന്ന് പൂച്ച പോയി. അങ്ങനെ പിന്നെ ഞങ്ങൾ വെച്ചിനൊന്നും മേടിച്ച് വളർത്തത്തില്ല. പിന്നെ ഇപ്പം ഞങ്ങളുടെ കയ്യിൽ ഒരു തത്തമ്മയുണ്ട്, അതേ ഉള്ളൂ ഗൈസ്, വേറെ ഒന്നുമില്ല. ഇനി ഞങ്ങളങ്ങനെ തത്തമ്മ മാത്രമേ ഉള്ളൂ. പൂച്ചയൊന്നും വാങ്ങിക്കത്തില്ല. അത്രയ്ക്ക് വിഷമമായിപ്പോയി ഗൈസ് അത് പോയപ്പോൾ. ഞങ്ങളുടെ ഇന്ന് ഇത് രണ്ടും പോയതുപോലെ വേറെ ഒന്നും ഞങ്ങൾ അത്രയും ആത്മാർത്ഥമായി വേറെ ഒന്നിനെ സ്നേഹിച്ചിട്ടും ഇല്ലായിരുന്നു. ഞങ്ങൾ ആകെ സ്നേഹിച്ചിട്ടുള്ള ഈ 2 പൂച്ചയായി. ഇത് രണ്ടും ഞങ്ങളുടെ കയ്യിൽ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാനും മറക്കില്ല ഗൈസ്. ഓക്കെ, ബൈ.